555 ടാരോഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വ്യക്തിയുടെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എനർജി കേട്ടോ. ഫസ്റ്റ് തന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടും ഇമോഷണൽ എനർജിയോട് കൂടിയാണ് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളെ അവർ വളരെ പ്രഷ്യസ് ആയിട്ടും അബണ്ടൻസ് ആയിട്ടും ഒരു ലക്ഷറി ആയിട്ടും, അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പോസിറ്റീവായ ഒന്നായിരുന്നു എന്നുള്ള ഒരു എനർജി അവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് വളരെ റെസ്പെക്റ്റോടു കൂടി കാണുന്നു. കാരണം നിങ്ങളൊരു സെൽഫ് എനർജിയിൽ, അതായത് സ്വയം ജീവിതത്തെ നേരിടുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങൾ എലോൺ എനർജിയിലൂടെ നേടിയെടുത്ത് അത്രത്തോളം നല്ല ടാലൻറ്റഡായ, നല്ല രീതിയിൽ കാര്യങ്ങളെ കാണുകയും അത് എന്ത് കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള ആ ഒരു റെസ്പെക്റ്റ് എനർജിയോട് കൂടി നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടൊരു പെയിൻ കാണുന്നുണ്ട്. നിങ്ങളെ ഫോക്കസ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയില്ല എന്നും നിങ്ങളെ ഹോൾഡ് ചെയ്യേണ്ടതായിരുന്നു. അവരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ പോയത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തതിൻ്റെ പേരിലായിരിക്കും. എന്തെങ്കിലും അറിവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിൽ നിന്നും അവർ പിന്മാറി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം കൽപ്പിക്കാതെ പോയത്. അത് വളരെ തെറ്റായി പോയിരുന്നു എന്ന് ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലൂടെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ഈഗോ അല്ലെങ്കിൽ കുറച്ച് ഒരു എന്താ പറയുക, അവരെ സംബന്ധിച്ച് അവരൊരു സെൽഫ് ലവ് എനർജിയിൽ നിന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ആ ഒരു കപ്പ് ഓഫ് ലവ് എനർജി, നിങ്ങൾ ആ ഒരു സ്നേഹം അവരിലേക്ക് കണക്റ്റ് ചെയ്തത്. ആ ഒരു സ്നേഹത്തെ, ആ ഒരു പാസ്റ്റിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധത്തെ ഒരിക്കലും മാറ്റി വെക്കരുതായിരുന്നെന്നും ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതം, ഒരു ഹാപ്പി ഫാമിലി എനർജി, എല്ലാ സമ്പൽ സമൃദ്ധിയോട് കൂടിയ ഒരു കുടുംബ ജീവിതം നിങ്ങളോടൊപ്പം ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിരുന്നേനെ എന്നും വളരെയധികം ഒരു സ്ട്രെസ് എനർജിയോടുകൂടി അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഒരുപാട് പ്രോബ്ലംസുകളും മറ്റുള്ളവരുടെ ഓവർ കൺട്രോളിങ്ങുമാണ് ഇപ്പോൾ കറൻറ്റിൽ നടന്നു പോകുന്നത്. ശരിക്കും അവരൊരു പെട്ട എനർജിയിലാണ് കേട്ടോ. അവർക്കൊന്നും തന്നെ ഇല്ല, ഒരു ശൂന്യത ഉള്ളി അവരെ സംബന്ധിച്ച്. അവർ ഇപ്പോൾ ഒരു സ്റ്റിൽ എനർജിയിലേക്ക് നോക്കുമ്പം അവർ നിൽക്കുന്ന ഒരു പൊസിഷനിൽ അവരൊരു പ്രൗഡായ എനർജിയിലാണ് നിൽക്കുന്നത്, വിജയിയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അവരിൽ എന്തോ ഒരു ശൂന്യത അവർ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത്. എല്ലാം അറിഞ്ഞിട്ടും കണ്ണുകൾ അടച്ചിരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു എനർജിയിലാണ് അവർ നിലനിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ആത്മാർത്ഥത അവർ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ കളഞ്ഞ ആ ഒരു സ്നേഹത്തെക്കുറിച്ചും ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ നല്ലൊരു തകർച്ച അല്ലെങ്കിൽ നല്ലൊരു സെപ്പറേഷൻ പീരീഡ്, അല്ലെങ്കിൽ എല്ലാ പോസിറ്റിവിറ്റികളും അവസാനിച്ചൊരു ശൂന്യമായൊരു എനർജിയിലായിരിക്കാം നിൽക്കുന്നത്. അവിടെ നിന്നും ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരു വ്യക്തി ബ്ലോക്ക് എനർജിയിലാണ്, ഒന്നെങ്കിൽ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അതല്ലേ ബൗണ്ടറി എനർജി ഇട്ട് നിൽക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു. അതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത അത്രത്തോളം പൂർണ്ണവും ആത്മാർത്ഥതയുമുള്ളതായിട്ട് അവർ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ സ്നേഹത്തെ റിജക്റ്റ് ചെയ്തതിന്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നതിൽ അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് മുമ്പിൽ ഒരു അടിമ എനർജിയിൽ നിന്ന സമയങ്ങളുണ്ട്. അവർ പറയുന്നതെല്ലാം കേട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ പൊട്ടം കളിപ്പിച്ച ഒരു സിറ്റുവേഷൻസ്, ആ ഒരു നായ്ക്കുഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു എന്നത് അവർ നിരാശയോടുകൂടി തന്നെയാണ് കേൾക്കുന്നത്. അവർ ഒരു സിറ്റുവേഷൻസിൽ ഇതൊരു റോങ് ആണെന്ന് ചിന്തിച്ച്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസിനെ റോങ് ആയിട്ട് കണ്ട് മൂവ് ഓൺ ചെയ്തു പോയൊരു എനർജിയാണ് കാണുന്നത്. ചില സമയങ്ങളിൽ അവർ നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നതിൽ അവർ സന്തോഷിക്കുന്നു, മതിമറന്ന് സന്തോഷിക്കുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എന്നുള്ള ആ ഒരു തിങ്കിങ് അവർക്കൊരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ എനർജി, കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വന്നാലും ഒരു റീയൂണിയൻ എനർജി ഈ ഒരു റിലേഷനിൽ ഉണ്ടാകുമെന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നിങ്ങളോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് ബി ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സെൽഫ് ലവ് എനർജിയിൽ നിങ്ങൾ നിന്നാൽ മാത്രം, നിങ്ങൾക്ക് നിങ്ങളൊരു പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു കാര്യം വരികയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇറ്റ്സ് അപ്പ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോട് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്ന നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾക്കൊന്നും ഇപ്പം അവരെ സംബന്ധിച്ച് പോസിറ്റീവായ ഒരു സമയമല്ല. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് അവരോട് പറയുന്നത്. നിങ്ങൾ കറക്റ്റായ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കുക. അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് മനസ്സിനെയും ശരീരത്തെയും കൊണ്ടുവരിക എന്നാണ് അവരോട് ഏഞ്ചൽസ് പറയുന്നത്.